കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിൽ ഒരു അടിപിടി നടന്നു. ചുമ്മാ ഉണ്ടായ അടിയല്ല, ചോദിച്ചു വാങ്ങിയ അടിയെന്ന് വേണം പറയാൻ. പ്രശ്നത്തിന് കാരണം മറ്റൊന്നുമല്ല, ജയിച്ച സ്ഥാനാർത്ഥിയുടെ ആവേശം പങ്കുവെക്കലായിരുന്നു. ആവേശത്തിന് മാറ്റിക്കൂട്ടാൻ അണികളുടെ സപ്പോർട്ടും ആർപ്പുവിളിയും കൂടിയായപ്പോൾ സ്ഥാനാർത്ഥി നിലമറന്നു. ഇനി കാര്യത്തിലേക്ക് വരാം. വിജയിച്ച സ്ഥാനാർത്ഥി എതിർ സ്ഥാനാർത്ഥിയുടെ ചിഹ്നമായ ടിവിയിൽ വെച്ച് കാല് കഴുകിയതാണ് കളമശ്ശേരിയിൽ സംഘർഷത്തിലേക്ക് നയിച്ചത്. കളമശ്ശേരി നഗരസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാണ് തനിക്കെതിരെ റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാളുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ടിവിയിൽ കാല് വെച്ച് കഴുകുകയും തുടർന്നത് തകർക്കുകയും ചെയ്തത്. ഇതോടെ സ്ഥലത്ത് കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ തമ്മിൽ തുടങ്ങിയ വാക്ക് തർക്കം കയ്യാങ്കളിയിലാണ് അവസാനിപ്പിച്ചത്. മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് സ്ഥിതി വഷളാക്കാതെ നിയന്ത്രിച്ചത്. UDF വിജയത്തെ തുടർന്ന് നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് നഗരസഭാ ഓഫീസിന് മുന്നിൽ സംഭവം അരങ്ങേറിയത്. വിജയാഘോഷത്തിനിടെ പ്രവർത്തകർ കൊണ്ടുവന്ന ടിവിയിൽ റിയാസ് കാല് വെച്ച് കുപ്പിവെള്ളം ഉപയോഗിച്ച് 2 കാലും കഴുകി. തുടർന്ന് പ്രവർത്തകർ ടിവി തകർക്കുകയും ചെയ്തു. ഇത് ചോദ്യം ചെയ്ത കോൺഗ്രസ് പ്രവർത്തകരും ലീഗ് പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് കടന്നു. നഗരസഭയിലെ 43-ാം വാർഡായ KB പാർക്കിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി KA റിയാസ് ആണ് വിജയിച്ചത്. മുൻപ് സംവരണ വാർഡായിരുന്ന ഇവിടെ കൗൺസിലറായിരുന്ന KV പ്രശാന്ത് നിലവിലെ അംഗമെന്ന നിലയിൽ KB പാർക്ക് വാർഡിൽ മത്സരിക്കാൻ അവസരം ആവശ്യപ്പെട്ടെങ്കിലും റിയാസിനെ സ്ഥാനാർത്ഥിയാക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചതോടെയാണ് പ്രശാന്ത് റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ പ്രശാന്തിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. പ്രശാന്തിന് ടെലിവിഷൻ ചിഹ്നമാണ് ലഭിച്ചത്. റിയാസിന്റെ വിജയത്തിന് പ്രശാന്ത് ഭീഷണിയാകുമെന്നാണ് വിലയിരുത്തിയത്. എന്നാൽ റിയാസ് 523 വോട്ടുകൾ നേടി വിജയിച്ചു. 2ാം സ്ഥാനത്തെത്തിയ പ്രശാന്തിന് 264 വോട്ടുകളും 3ാം സ്ഥാനത്തെത്തിയ CPM സ്ഥാനാർത്ഥിക്ക് 262 വോട്ടുകളുമാണ് ലഭിച്ചത്.